ഹലോ സെക്യൂരിറ്റി, ഇവിടെ ഈ ബോർഡുള്ളപ്പോ എങ്ങനെ അകത്ത് കയറും? ആരാ നിങ്ങൾ? എന്തിനാ വന്നേ? ഞാൻ ഇവിടുത്തെ CCTVയുടെ ഓണറാ. നിങ്ങൾ ഗേറ്റ് തുറന്ന് തന്നാലേ എനിക്ക് അകത്തോട്ട് കയറാൻ പറ്റൂ. ഇപ്പൊ തുറക്കാം. ആ, എന്താ ലോക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ? എന്തു പറ്റി? ഇതിന്റെ ലോക്ക് എടുക്കാൻ പറ്റുന്നില്ല, എന്തോ കുഴപ്പമുണ്ട്. ഇവിടെ മൊത്തം പ്രശ്നമാണല്ലോ. CCTV ക്യാമറകൾ അടിച്ചു പോകുന്നു. അത് ശരിയാക്കാൻ വന്നപ്പോ അകത്തോട്ട് കയറാനും പറ്റുന്നില്ല. ചേടാ, ഇവിടുത്തെ ഗേറ്റിന്റെ പൂട്ട് പോലും ശരിയല്ലല്ലോ. പിന്നല്ലേ CCTVന്റെ കാര്യം. ഒന്ന് വേഗം തുറക്കാവോ? ഇപ്പൊ തുറക്കാം സാർ. എന്താ സാർ? നിങ്ങളുടെ മാഡം ഉണ്ടോ? മാഡം നാട്ടിലേക്ക് പോയിരിക്കുക. ഇൻചാർജ് ഗബ്രിയേൽ സാറാ. സാർ ഓഫീസിലുണ്ട്. ആ, ഇതാരാ? അമ്പിളി, ഇവിടെ അപരിചിതരായ ആണുങ്ങളെ കയറ്റിക്കൂടാന്ന് അമ്പിളിക്ക് അറിഞ്ഞൂടെ? ഇയാൾ എന്തിനാ ഇതിനകത്ത് കയറ്റിയത്? ഇവരേതാ? മന്ദാകിനി, ഇവിടുത്തെ ഓളിനോളാ. മന്ദാകിനി, ഇത് CCTVയുടെ ആളാ. അത് ശരി, എന്റെ ഐസക്കിനെ കൊടുക്കാൻ വന്നിരിക്കുന്ന ആളല്ലേ? മന്ദാകിനി, സാറിന് ഓഫീസ് ഒന്ന് കാണിച്ചു കൊടുക്ക. CCTV വെക്കാൻ വന്ന പണിക്കാരനാണല്ലേ? ഹലോ, പണിക്കാരനല്ല, അതിന്റെ ഓണറാ. ഓ, സാറാണോ അതിന്റെ ഓണറ്? സാറിന്റെ ക്യാമറ മൊത്തം ഇവിടെ അടിച്ചു പോവാണല്ലോ സാറേ. എന്താന്നറിയില്ല, ഈ ഹോസ്റ്റലില് CCTV ക്യാമറ വാഴത്തില്ല സാറേ. എന്താ ഇവിടുത്തെ CCTV ക്യാമറക്കൊക്കെ ജാതക ദോഷമുണ്ടോ? അതുകൊണ്ടല്ല, ക്യാമറ വെച്ച ഇവിടത്തെ പിള്ളേർ അത് കേടാക്കും. കേടായി കഴിഞ്ഞാ ആരെങ്കിലും വന്നത് കട്ടോണ്ടു പോവും. അതാ ഇവിടെ നടക്കുന്നത്. എന്താണ് അതിന്റെ പിന്നിലെ ഗുട്ടൻസ് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലേ എന്താണ് ആ ഗുട്ടൻസ് എന്ന് കണ്ടുപിടിക്കാനാ ഞാൻ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ക്യാമറ കേടാക്കുന്നവരെയും കേടായ ക്യാമറകൾ അടിച്ചോണ്ട് പോകുന്നവരെയും ഞാൻ പൊക്കും. എവിടെയാ ഗബ്രിയേൽ സാറിന്റെ ഓഫീസ്? അവിടെയാ. വരൂ സാർ, ഞാൻ കാണിച്ചു ആ, നടക്ക്. സാറേ, വാ സാറേ. പലയിടത്തും ഞങ്ങൾ ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രമാണ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ്. മിസ്റ്റർ വിനയ്, ഈ ഒരു പ്രശ്നം കാരണം ഞങ്ങള് ഇവിടെ ക്യാമറ വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നതാ. അതിനുശേഷം പോലീസ് നിർദ്ദേശപ്രകാരം ഇപ്പൊ ക്യാമറ വെച്ചതും. നിങ്ങളുടെ ആളുകൾ വന്ന് ക്യാമറ വെച്ച് പിറ്റേ ദിവസം തന്നെ അത് അടിച്ചുപോയി. അല്ല, നിങ്ങളുടെ ക്യാമറകൾക്ക് മാത്രം എന്താ ഈ ഒരു പ്രശ്നം? ഗബ്രിയേൽ സാർ, ആ ക്യാമറകളൊക്കെ മോഷണം പോയിരിക്കല്ലേ. അപ്പൊ ക്യാമറയുടെ കുഴപ്പമല്ല, അത് മോഷ്ടിക്കാൻ വരുന്ന കള്ളനാണ് കുഴപ്പക്കാരൻ. അല്ലെങ്കിൽ ഇവിടെ ക്യാമറ വേണ്ടെന്ന് ആഗ്രഹിക്കുന്ന പിള്ളേരുണ്ടാവും. ചുരുക്കി പറഞ്ഞ എന്റെ പ്രൊഡക്റ്റിനല്ല, ഇവിടത്തെ ആളുകളാണ് പ്രശ്നം. ഇത് നല്ല അടികിട്ടാത്തതിന്റെ കുഴപ്പാ. അല്ല, എങ്ങനെ ഇത് സംഭവിക്കുന്നറിയാൻ നിങ്ങളുടെ കൈവശം എന്തെങ്കിലും ടെക്നിക്കുകളുണ്ടോ? ക്യാമറ അടിച്ചു പോകുന്നതിന്റെ തൊട്ടു മുമ്പുള്ള വിഷ്വൽസ് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് പറ്റിയൊരു ആപ്പ് എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. സാർ, ആ ലാപ്പ് ഒന്ന് ഓൺ ചെയ്ത്. സംഗതി നടക്കോ? ഞങ്ങളിത് സ്ഥിരം ചെയ്യുന്നതാണെന്നേ.
അന്നത്തെ വിഷ്വൽസ് എല്ലാം ഇപ്പൊ തന്നെ ഇതിലോട്ട് വരും. യെസ്, ദേ ഇതാണ് ക്യാമറ അടിച്ചു പോകുന്നതിന്റെ തൊട്ടു മുമ്പത്തെ ദൃശ്യം. ഇതെന്താ? എന്താ? ഇവിടെ ഇടക്കിടക്ക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാറുണ്ടോ? ആ, ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട്. അല്ല, ഇനി അതുകൊണ്ടാണോ ക്യാമറ കംപ്ലൈന്റ് ആവുന്നേ? എന്നാലും ക്യാമറ അടിച്ചു പോവില്ല. ഇടിമിന്നലിനെ പോലും റെസിസ്റ്റ് ചെയ്യുന്ന ക്യാമറകളാണ് എൻ്റേത്. ഇവിടെ ക്യാമറകൾ കേടുവരുന്നതിന്റെ കാരണം വേറെ എന്തോ ആണ്. ഒന്നുകിലും മാൻമെയ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. എന്തായാലും ഇതിന്റെ കാരണം കണ്ടുപിടിക്കണം. ഇതിന്റെ കാരണം എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഏത് ക്യാമറ വെച്ചാലും ഇവിടെ അടിച്ചു പോകും. തൽക്കാലം നമുക്ക് ക്യാമറ സെറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കാം. എന്നാ പിന്നെ ഞാനിത് വെക്കാനുള്ള ഏർപ്പാട് ചെയ്യട്ടെ. ആ, പിന്നെ റേറ്റിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പഴയ റേറ്റിൽ ചെയ്യാൻ പറ്റില്ല. അത് സാരമില്ല, നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ. ആ ദൃശ്യങ്ങൾ റീഡ്രൈവ് ചെയ്ത സമയത്ത് ഇവിടെ മാത്രം എങ്ങനെയാ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്നേ? അസ്വാഭാവികമായി ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് കണ്ടുപിടിക്കണം.